പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. രാവിലെ കാലം കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായെടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാം വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയുമുണ്ടാക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമുക്ക് സഹിക്കുവാൻ കഴിയുന്നത്ര പരീക്ഷകൾ മാത്രമേ നമുക്ക് തരികയുള്ളൂ. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നുണ്ട്, പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ പോക്കുവഴിയും ഉണ്ടാക്കും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ ഓരോന്നും നടത്തി തരുമ്പോൾ നമുക്ക് അബ്രഹാമിലേക്കൊന്ന് നോക്കാം. ഹല്ലേലൂയ. അബ്രഹാമിനെ പരീക്ഷിക്കുവാൻ വേണ്ടി നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രൻ ഇസ്ഹാക്കിനെ തന്നെ എനിക്ക് യാഗം കഴിക്കണം. ഹല്ലേലൂയ. പല പരീക്ഷകളും ഇതുപോലെയാ. നാം സ്നേഹിക്കുന്ന, നാം കരുതുന്ന ഏറ്റവും നല്ലതെന്ന് പറയുന്ന അതിനെ തന്നെയായിരിക്കും കർത്താവ് ചോദിക്കുന്നത്. ഹല്ലേലൂയ. അത് നമ്മൾ കൊടുക്കുവാൻ മനസ്സുള്ളവരായിരിക്കണം. ദൈവത്തെക്കാൾ ഉപരിയായിട്ട് നാം എന്തിനെ സ്നേഹിക്കുന്നുവോ അത് ഹല്ലേലൂയ പരീക്ഷയിലൂടെ എങ്ങനെയെങ്കിലും കർത്താപ്പച്ചൻ കൊണ്ടുവരും. പക്ഷേ അബ്രഹാം പറഞ്ഞത് കേട്ട് അതേപോലെ അനുസരിച്ചു ഏകജാതനായ തൻ്റെ ഇസ്ഹാക്കിനെ തന്നെ യാഗം കഴിക്കുവാൻ കൊണ്ടുപോയപ്പോൾ അവിടെ ഹല്ലേലൂയ ഇസ്ഹാക്കിന് വേണ്ടി ഹല്ലേലൂയ അവിടെ ഒരു ആട്ടുകൊറ്റനെ കർത്താവ് ഒരുക്കി. പ്രിയ മക്കളെ, നമ്മുടെ കർത്താവ് അങ്ങനെ ഹല്ലേലൂയ നമ്മോട് കൂടെ, അതാ ഇവിടെ പറഞ്ഞല്ലോ, പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ഹല്ലേലൂയ. സങ്കീർത്തനം 125:3 പറയുന്നുണ്ട്, നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല. ഹല്ലേലൂയ. നമ്മെ കാത്തുപരിപാലിക്കുന്ന അപ്പൻ ദുഷ്ടന്മാരുടെ ചെങ്കോൽ ഹല്ലേലൂയ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല. നമ്മെ പരിപാലിക്കുന്ന കർത്താവ് ഹല്ലേലൂയ ദുഷ്ടന് നമ്മളോട് ആധിപത്യം കൊടുക്കത്തില്ല. ഹല്ലേലൂയ. നമുക്ക് എല്ലാ പരീക്ഷകളെയും ജയിക്കാനും അങ്ങനെ പാപങ്ങളെ എതിർത്തു നിൽപ്പാനും മതിയായ ദൈവകൃപ തൻ്റെ മക്കൾക്ക് അപ്പച്ചൻ നൽകുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്ക് കഴിയുന്നതിനും മീതെ സഹിക്കാവുന്നതിനപ്പുറത്തുള്ള പരീക്ഷ നേരിടുവാൻ ദൈവം സമ്മതിക്കില്ല. ഹല്ലേലൂയ. നമുക്ക് അന്നേരം തന്നെ നമ്മൾക്ക് ഹല്ലേലൂയ നോക്ക, അബ്രഹാം തൻ്റെ പുത്രനെ യാഗം കഴിക്കുവാൻ വേണ്ടി കിടത്തി ഹല്ലേലൂയ കത്തി ഓങ്ങിയപ്പോൾ ഹല്ലേലൂയ ഉയരത്തിലേക്ക് പൊക്കിയപ്പോൾ അവിടെ ഒരു വിളിയ. ഹല്ലേലൂയ. നോക്കൂ, ലാസ്റ്റ് മോമെന്റ് വരെ നമ്മുടെ അപ്പൻ നമ്മെ ഒന്ന് പരീക്ഷിക്കും. നീ നിൽക്കുമോ എൻ്റെ ഹല്ലേലൂയ സന്നിധിയിൽ? ഹല്ലേലൂയ. അത് നോക്കും. പ്രിയ മക്കളെ, നാം എത്ര കഷ്ടത, പ്രയാസം, ദുഃഖങ്ങൾ നേരിട്ടാലും നമ്മുടെ അപ്പനെ തള്ളിപ്പറയുന്നവരായിരിക്കില്ല. ഹല്ലേലൂയ. നമുക്ക് പരീക്ഷ സഹിക്കാനും പാപത്തെ ജയിക്കുവാനും കഴിയേണ്ടതിന് ഓരോ പരീക്ഷയോടും കൂടെ ദൈവം ഒരു പോംവഴി ഉണ്ടാക്കി തരും. ഹല്ലേലൂയ. കർത്താവ് തൻ്റെ ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുന്ന അപ്പനാ. ഹല്ലേലൂയ. തെസ്സലോനിക്കരുടെ 2-ാം ലേഖനം 3:3 പറയുന്ന, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ഹല്ലേലൂയ. ദുഷ്ടന്റെ കയ്യിൽ നമ്മെ അകപ്പെടാതെ കാത്തു പരിപാലിക്കുന്ന നല്ലൊരു പിതാവാ നമ്മോട് കൂടെയുള്ള. ഹല്ലേലൂയ. പരീക്ഷ എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു വരും. പ്രിയ മക്കളെ, ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ. ഹല്ലേലൂയ. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ. പലവിധമായ എക്സാമുകൾ ഹല്ലേലൂയ എൻട്രൻസ് ഒക്കെ കടന്നു വരുമ്പോഴൊക്കെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഹല്ലേലൂയ. ആ പരീക്ഷയല്ല ഹല്ലേലൂയ. നോക്കൂ, അതൊരു ജയത്തിന് വേണ്ടിയുള്ള പരീക്ഷയാ. ഹല്ലേലൂയ. അതായത് മുന്നോട്ട് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ പലവിധത്തിൽ പരീക്ഷകൾ എഴുതിയെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ കർത്താപ്പച്ചൻ അങ്ങനെയല്ല പരീക്ഷിക്കുന്നത്. നീ ദൈവസന്നിധിയിൽ നിൽക്കുമോ എന്നറിയുവാൻ പല പരീക്ഷകളും കൊണ്ടുവരും. ഹല്ലേലൂയ. പ്രാർത്ഥന ഗെത്സമനയിലായിരിക്കുന്ന ഹല്ലേലൂയ ശിഷ്യന്മാരോട് യേശുപ്പൻ ഒന്ന് പറയുന്നുണ്ട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ. നമുക്ക് ഇവിടെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞത് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ. ഹല്ലേലൂയ. അതായത് ഇന്ന് ജീവിതത്തിൽ പലതരത്തിലുള്ള പരീക്ഷയിൽ അകപ്പെട്ടു പോയവരുണ്ട്. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള പരീക്ഷകൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും അതിനെ ജയിക്കുവാൻ കഴിഞ്ഞവരുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, നാം പറന്നു പോയത് പ്രിയ മക്കളെ, പരീക്ഷ ജയിപ്പാനും അത് സഹിപ്പാനും ഒക്കെ ദൈവം നമുക്ക്
കൃപ നൽകി തരും. ഹല്ലേലൂയ. യേശു തൻ്റെ ശിഷ്യന്മാരെല്ലാവരും പരീക്ഷയിൽ ജയിക്കണമെന്ന് ആഗ്രഹിച്ചത്. ഹല്ലേലൂയ. അതിന് പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ് നമ്മുടെ ജീവിതത്തിലും. ഹല്ലേലൂയ. പ്രാർത്ഥനയെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഹല്ലേലൂയ. നോക്കൂ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഹല്ലേലൂയ. പരീക്ഷ ജയിക്കുന്ന മക്കൾക്കാണ് ഹല്ലേലൂയ ജീവകിരീടം പ്രാപിപ്പാൻ ഇടയാകുന്നത്. ഹല്ലേലൂയ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. പരീക്ഷകളെ ജയിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നാം ദൈവവചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഒക്കെ ഉറ്റിരുന്നെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ. നോക്കൂ, കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമുക്കൊന്ന് നേരിടുവാനുള്ള സകല പരീക്ഷകളും അകപ്പെടാതെ നമ്മെ ജയിക്കുവാനാ. അതായത് കൊള്ളാകുന്നവരായി നമ്മെ പുറത്തു കൊണ്ടുവരാനാ. ഹല്ലേലൂയ. നോക്കൂ, പല പരീക്ഷകളെ ഹല്ലേലൂയ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. വാക്ക് പരീക്ഷിക്കുന്നതായിട്ട് ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം 16 വാക്യത്തിൽ, നിങ്ങളുടെ സഹോദരനെ കൂട്ടിക്കൊണ്ടു വരുവാൻ നിങ്ങളിൽ ഒരുത്തനെ അയക്കുവിൻ, നിങ്ങളോ ബദ്ധന്മാരായിരിക്കണം, നിങ്ങൾ നേരുള്ളവരോ എന്ന് നിങ്ങളുടെ വാക്ക് പരീക്ഷിച്ചറിയാമല്ലോ, അല്ലെന്ന് വരികിൽ ഫറവോനാണ് നിങ്ങൾ ഒറ്റുകാർ തന്നെ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമുക്കറിയാമല്ലോ ഇതിന്റെ ജോസഫിന്റെ മുമ്പിൽ തൻ്റെ സഹോദരന്മാരെല്ലാം വന്നു നിന്നപ്പോൾ ഹല്ലേലൂയ 11 വാക്യത്തിൽ പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഒരാളുടെ മക്കൾ, ഞങ്ങൾ പരാമാർത്ഥികളാകുന്നു, അടിയങ്ങളാരും ഒറ്റുകാരല്ല. ഹല്ലേലൂയ. നോക്കൂ, ഒറ്റുകൊടുത്ത ജോസഫിന്റെ മുമ്പിലാ തൻ്റെ സഹോദരങ്ങൾ വന്ന് പറയുന്നത്. ഹല്ലേലൂയ. വാക്ക് പരീക്ഷിക്കും. പ്രിയ മക്കളെ, നോക്കി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 6 അധ്യായം 27 നടപ്പ് പരീക്ഷിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. നീ എൻ്റെ ജനത്തിന്റെ നടപ്പ് പരീക്ഷിച്ചറിയേണ്ടേനെ ഞാൻ നിന്നെ അവരുടെ ഇടയിൽ ഒരു പരീക്ഷകനും മാറ്റു നോക്കുന്നവനുമാക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, നമ്മെ പരീക്ഷകനാക്കി. ഹല്ലേലൂയ. നമ്മുടെ നടപ്പൊന്ന് നോക്കാൻ, നീ ദൈവകൃപയിൽ തന്നെ നടക്കുകയാണോ, നീ ദൈവ പൈതലാണോ എന്നൊക്കെ നോക്കുവാൻ പല പരീക്ഷകളും ജീവിതത്തിൽ കടന്നു വന്നിരിക്കുക. ഹല്ലേലൂയ. നോക്ക്, അന്തരംഗങ്ങളെ പരീക്ഷിക്കുന്നതായിട്ട് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17:10 യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തനെ അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും ഒത്തവണ്ണം കൊടുക്കുന്നു. നോക്കൂ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. അന്തരംഗങ്ങളെ പരീക്ഷിക്കുന്ന അപ്പൻ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന കർത്താവ്. ഹല്ലേലൂയ. ശമൂവേൽ പ്രവാചകൻ ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ വന്നപ്പോൾ ദൈവം പറഞ്ഞു, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, മനുഷ്യൻ കണ്ണിന് കാണുന്നു നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നത് ദൈവം. ഹല്ലേലൂയ. നോക്കൂ, അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ നിലവുകളെ നോക്കുന്ന അപ്പൻ, നമുക്ക് വേണ്ടി കരുതുന്ന അപ്പൻ. ഹല്ലേലൂയ. നമ്മളെ പല പരീക്ഷണങ്ങളിലൂടെ കടത്തി വിടുമ്പോഴും നാം ഹല്ലേലൂയ അതിൽ നിന്ന് ഹല്ലേലൂയ മാറിപ്പോരുത്. കർത്താവ് പരീക്ഷിക്കുകയാണെങ്കിൽ അതിന് പോക്കുവഴിയും ഉണ്ടാക്കി തരും. ഹല്ലേലൂയ. അനുസരണം പരീക്ഷിക്കുന്നതായിട്ട് കൊരിന്ത്യർക്കെതിരെ 2 ലേഖനം 2:9 നിങ്ങൾ സകലത്തിലും അനുസരണമുള്ളവരോ എന്ന് പരീക്ഷിച്ചറിയേണ്ടതായിരുന്നു. ഹല്ലേലൂയ. അറിയേണ്ടതിനായിരുന്നു ഞാൻ ഇത് എഴുതിയതെന്ന്. ഹല്ലേലൂയ. നോക്കൂ, സകലത്തിനും അനുസരണമുള്ളവരായി കാണുവാൻ. ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മളെ വിശ്വാസം പരീക്ഷിക്കുന്നതായി കാണാം. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിക്കുവിൻ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുവാനൊക്കെ കാരണമാകും. അപ്പോൾ നാം നമ്മെ തന്നെ ഒന്ന് പരീക്ഷിക്കണം. അപ്പാ, ഞാൻ ദൈവവിശ്വാസത്തിൽ തന്നെയാണോ നിലനിൽക്കുന്നത്, അതിൽ നിന്നും വ്യതിചലിച്ചു പോയോ, എന്തെങ്കിലും കുറവുകൾ ഹല്ലേലൂയ എന്തെങ്കിലും മാറ്റം എന്നിൽ സംഭവിച്ചോ എന്ന് നാം തന്നെ നോക്കണം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചത് എന്താണ്? മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. കർത്താവേ, ഹല്ലേലൂയ. പല പരീക്ഷകൾ ഇന്ന് ഹല്ലേലൂയ പ്രവചനം കേൾക്കുന്ന ജീവിതങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്നേക്കാം. ഹല്ലേലൂയ. പക്ഷേ അവർക്ക് പോക്കുവഴി ഉണ്ടാക്കി കൊടുത്തിയപ്പാ, അങ്ങ് സഹായിച്ചപ്പാ. ഹല്ലേലൂയ. ഓരോരുത്തരും അത് ഓർക്കുവാൻ, കർത്താവിനെ സഹായിച്ചു, എനിക്ക് വന്ന
പരീക്ഷകളിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ സഹായിച്ചു, എന്നെ കാത്തു എന്നൊക്കെ പറഞ്ഞു. ഹല്ലേലൂയ. പലപ്പോഴും പലരും ഹല്ലേലൂയ സാക്ഷിയൊക്കെ പറയും, പക്ഷേ അത് മറന്നു പോകുന്ന അവസ്ഥ. ദൈവമേ, അത് ഓർത്ത് വീണ്ടും കർത്താവിലേക്ക് തിരിച്ചു വരുവാൻ ഓരോരുത്തരെയും സഹായിക്കണമേ. കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പാ, ഇന്നത്തെ വചനം ഓരോ മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.